Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலாம், நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். போட்டோ சார் பட்டி பேண்ட் காமெடியா இருக்கு. ஆரஞ்சு கலர், 5வது கலர். ஹலோ വരണം രാമൻകുട്ടിക്ക് இவங்க மேட்சிங்கா போட்டுட்டு இருக்காங்க. அதான் മുണ്ടുടുക്കും ഒരു കൺട്രി ലുക്കാ. അയ്യോ ബേസിക്കലി യു നോ ഐ ആം നോട്ട് മുണ്ടു. അതൊക്കെ എൻ്റെ വർക്ക് ഇൻട്രസ്റ്റ്. ആക്ച്വലി ഞാൻ മോഡേൺ ആണ്. അയ്യോ അച്ഛൻ അച്ഛന് ഇഷ്ടം മുണ്ടാ. അതല്ല അച്ഛൻ മുണ്ടുங்கிறது என்ன சொல்றாங்க? ടേസ്റ്റി. പോയോ പുറത്തുണ്ടോ? എന്താ അല്ല പുറത്ത് പോയോ അകത്തുണ്ടോ? അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിരിക്കാൻ. തൊഴാനായിരിക്കും. അല്ല കുമ്പസാരിക്കാൻ. ഗുഡ്. തൊഴാനല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ പോവോ? ഓ ഇവരൊക്കെ എന്റെ കോളേജ് ഫ്രണ്ട്സാ. ആഹാ. ദേ ഇത് തെക്കേടത്തെ രാമൻകുട്ടി, ചേച്ചിയുടെ ഹസിന്റെ ബ്രദറാ. ഇരിക്കും ഞാൻ ബ്രസിന്റെ കഥറ. ആളി കാണുന്ന പോലൊന്നുമല്ല, വലിയ കവിയാ. ശവിയോ? കവി, മഹാകവി. ഒരാരെ ഇഞ്ചിന്റെ കുറവേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങട് ഇവിടെ ഇരിക്കുന്നേ. ഇരിക്കേ. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ചൂടെടുക്കുന്നുണ്ടോ? വേണമെങ്കിൽ ജനാല തുറന്നിടാം. നല്ല ഇളം കാറ്റ് വീശും. ചെല്ലക്കുളയാടും. തേങ്ങാക്കുലകൾ ആടും തോന്നണില്ല. രാമൻകുട്ടിയുടെ ലേറ്റസ്റ്റ് ചെറുത് കേട്ടിട്ടുണ്ടോ? അതാണ്. ഞാൻ പോയിട്ട് പിന്നീട് நல்லா மாட்டிக்கிட்டே இருப்பாரு. ഒന്നുമില്ല. ഇപ്പൊ വീണേനെ. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ മണ്ടരിയോ അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ. നമ്മുടെ രാമൻകുട്ടിയുടെ കവിതയാണോ? എന്താ രാമൻകുട്ടി ഇളങ്കാറ്റിലുള്ള തന്റെ ஏதோ டபுள் மீனிங் இருக்குதுல. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതൊക്കെ പറയാം. இவங்க கொலைங்கிறத வந்து ஏதோ சொல்லுவாங்கன்னு எனக்கு தெரியும். പെട്ടെന്നൊരു ധൃതി. മിനിങ്ങന്നൊരു അടിയന്തരമുണ്ട്. അല്ല നാളെ രാമൻകുട്ടിയുടെ കവിത എങ്ങനെയുണ്ട്? കവിത വളരെ നന്നായിരുന്നു. ഏതെങ്കിലും അച്ചടിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. നന്നായി. അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ ആരെങ്കിലും പിടിച്ച് അടിച്ചേനെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ മക്കളെ വിട്ടോ. അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് താനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, MSc മാത്സ്, അതും ഹൈ മാർക്കോടെ. എന്നിട്ട് യാതൊരു ജോലിക്കും പോവാതെ കല്യാണ വീടുകളിൽ കാര്യസ്ഥനായിട്ട് നടക്കുക. അല്ല ഈ പന്തല സെറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ രാമൻകുട്ടി ഇല്ലെങ്കിലും അതൊക്കെ അങ്ങ് നടന്നോളും. അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായത് എന്തിനാ? അതെ, 1-2 ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ശ്രമിക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പോ അച്ചോട്ടനെല്ലാം പറഞ്ഞല്ലേ? ഏതായാലും ഞാനും അച്ഛനും കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ പുതിയ ബിസ്ക്കറ്റ് ഫാക്ടറി ഓ അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റിലേക്ക് തന്നെ ഞങ്ങൾ നിയമിച്ചു. സൂപ്പർ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇത് പിടി, എന്നിട്ട് നാളെ തന്നെ പോയി ജോയിൻ ചെയ്യും. വേണ്ട സാർ. വേണ്ടെന്നും എടോ, തനിക്ക് അതിനുള്ള എഫിഷ്യൻസിയും ക്വാളിഫിക്കേഷനും ഉള്ളത് കൊണ്ട് തന്നെയാണ് നിയമിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കണ്ട. അതുകൊണ്ടല്ല, പഠിച്ച് പാസ്സായി നല്ലൊരു ജോലിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രീ ടൈമുകളിൽ അച്ഛൻ്റെ കൂടെയും പോകും. കലവറയിലെ കാര്യസ്ഥനായിട്ട് തന്നെ. പഠിത്തം കഴിഞ്ഞ് ഫ്രീ ആയതോടെ പിന്നെ അത് സ്ഥിരമായി തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി അച്ചോട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. അച്ചോട്ടൻ നിർബന്ധിച്ചിട്ട് ഞാൻ ചില ഇന്റർവ്യൂവിനൊക്കെ പോയിന്ന് പറഞ്ഞില്ലേ, എന്നെ പലയിടത്തും നിയമിച്ച கொஞ்சம் அண்ணனுக்காக தான் ஒரு ജോലി அந்த மேனேஜரா இருக்காரு தோணுது. അച്ചോട്ടൻ ഞാൻ പറ്റിക്കായിരുന്നു. തീയും പുകയും കൊള്ളാൻ അച്ചോട്ടൻ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് എനിക്കൊരു ഓഫീസിൽ പോയിട്ട് ഫാൻ്റെ ചുറ്റിരിക്കണ്ട. അത് ശരിയാവില്ല. மேனேஜர் இருந்தா அவருக்கு எல்லாம் ஈக்குவலா ட்ரீட் பண்ணிக்கலாம்ல. போயிட்டாருன்னா அப்ப அவர் வேற யாராச்சும் அப்புறம் ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. പോലെ ഞാനുണ്ട്. ഞാൻ കോളേജിന് മുമ്പിൽ ഇറങ്ങിക്കോളാം. ഞാൻ പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുക്കാറില്ല. ഈ രാമൻകുട്ടി എന്താ ഇങ്ങനെ? ആ രാമൻകുട്ടി ഇപ്പൊ ഇങ്ങനെ. പക്ഷേ എനിക്ക് ഈ രാമൻകുട്ടി ഇഷ്ടായി. റിയലി യു ആർ ഗ്രേറ്റ്. നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. പക്ഷെ നിന്റെ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടമായി. നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോ ഞാൻ മിണ്ടാതിരുന്നതേ. അച്ഛനും ഈ ഓഫീസ് മുറിയിലുണ്ടോ? ഇല്ല, അകത്താ. അകത്താണോ? ഞാൻ വേറെ ഉണ്ടാക്കലായതുകൊണ്ടല്ല, എന്റെ ഏർത്തിയമ്മയുടെ അനീതി ആയതുകൊണ്ടാ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കണ്ടെന്ന് വെച്ച് വെറുതെ വിട്ടത്. എടി പെമ്പിള്ളേരായ കുറച്ചാണ് വേണം. അതെങ്ങനെയാ? നീ ആണാണോ? നിന്റെ ഈ തൊലിക്കറപ്പും സൗന്ദര്യമില്ലായ്മയും കണ്ട് ഞാൻ അങ്ങോട്ട് മയങ്ങൂന്ന് നീ വിചാരിച്ചോ? ഐ ലൈക്ക് യു. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കേട്ടേ. ചിരിക്കണ്ട, ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. വേറെ വണ്ടി വിളിക്കുന്നത്. ഇവർ യാർപ്പാ അവര്? മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തിൽ കിടന്ന പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല.
ആ പെണ്ണ് മുഖത്തോക്കി ഹൈലൈറ്റ് இதுல தானே சாம்பார் வைப்பாங்க. വിളിച്ച് വന്നിരിക്കാം. എടാ പെൺകുട്ടികൾ Subtitle മറച്ചിട്ട്. താഴെ കിട്ടണം ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും. പിന്നെ ഈ ഇവർ അവർക്കെന്തിനാ അവർക്കെന്തിനാ இல்ல அடுப்பு தான்பா இருக்கு. അതിലേക്ക് ഇഞ്ചിക്കറി, അതിലേക്ക് അവിയല്, അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ? എടാ ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ. ചില പെണ്ണുങ്ങള് ചില കാര്യങ്ങള് ஹெட் கேப்லாம் போட்டுருக்காரு பாரு. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. അല്ലെങ്കിൽ അവൾ ആ പൊതിയും കൊണ്ട് വേറെ അടുത്ത് പോയി കളയും. പിന്നെ കിടന്ന് കണ്ടിട്ട് കാര്യമില്ല. അതെ, നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീ തുറന്നു കാണിക്കണം. പിന്നെ സ്നേഹം മണ്ണാങ്കട്ടാണ് കുതിരയോട്. ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തില് ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ചു നടക്കണേ? അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കണു. ആ കുതിരകളോടൊന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു. നിങ്ങൾക്ക് 5 കുട്ടികളുണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു. ടിൻഡു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിൻഡു മോൻ നഴ്സറി പഠിക്കുമ്പോൾ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈ സ്കൂൾ നടത്തറ. അതുകൊണ്ട് നീ വേഗം കല്യാണം കഴിക്കും. അച്ഛനും എണ്ണിട്ടേ, എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ച് കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണേ. നിന്നെ ഇഷ്ടോ? അത് അറിയിക്കാൻ നീ പാടിയപ്പോ അവൾ കൂടെ പ്യാരി. പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്ക് അറിയും. അവസാനം അവൾ അതിൽ ലയിക്കുന്നൊരു പറഞ്ഞു നോക്കി. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ. ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയണേ? നീ അവളോട് സോറി പറ. നീ ആ ഫോൺ എടുത്ത് അവളെന്ന് വിളിച്ചേ. പിന്നെ ഫോൺ എന്റെ പട്ടി சொல்லிட்டு பண்றாரு. ഹലോ. അന്തോണി നേരുടെ വീടല്ലേ? അല്ല, റോങ് നമ്പർ. ഓ ആയിക്കോട്ടെ. ഹലോ. ഹലോ, ഞാൻ രാമൻകുട്ടിയാ. നേരത്തെ വിളിച്ചിരുന്നോ? ഓ അതോ അത് ഞാനല്ല. നേരത്തെ ഒരു അന്തോണി നേരുടെ വീടാണെന്ന് ചോദിച്ചു വിളിച്ചല്ലേ? அது தெரியாதுல்ல அவரே சொல்றாரு. എന്തിനാ വിളിച്ചത്? വീണ്ടും എന്നെ ചീത്ത പറയാനാ? സോറി, ഞാൻ പറഞ്ഞാലിപ്പം കടന്നുപോയി. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്നെ വഴക്ക് പറഞ്ഞപ്പോ രാമൻകുട്ടിയോട് എനിക്ക് കൂടുതൽ ഇഷ്ടാ തോന്നിയത്. എന്റെ കളിയാക്കലും കുറച്ച് ഓവറായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. കൂടുതൽ ഓവറായത് ഞാനെന്താ ഇങ്ങനെ? കുറച്ച് നാളായി രാമൻകുട്ടിയോട് ചില കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്കും ഗൗരിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നേരോ? എങ്കിൽ പറ. അത് വേണ്ട, ജെൻസ് സെക്കൻഡ് എന്നല്ലേ? Just a second. ആദ്യം പറ, എന്നിട്ടേ പറയാം. ജെൻസ് സെക്കൻഡ്. അല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഫോണിൽ കൂടെ അല്ല പറയേണ്ടത്. മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറയണം. നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ ബീച്ചിൽ വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ശരി, ഞാൻ വെക്കുകയാണ്. ഓ, இவங்க 2 பேர் இப்படி பேசுற ஆள் இல்லையே. அவங்க prank பண்ணிட்டாங்க. ഹലോ. ഞാൻ പിന്നെ രാമൻകുട്ടിയാണ്. അല്ല, അതൊരു 5 മണി എന്നുള്ളത് നമുക്കൊരു 4 മണിയാക്കാൻ പറ്റൂ? എന്താ രാമൻകുട്ടി 5 മണിക്ക് ഫ്രീ അല്ലേ? അതെ, ഞാൻ 5 മണിക്ക് ഫ്രീ ആണ്. പക്ഷെ ഞാൻ 4 മണിക്ക് ഫ്രീ ആണ്. ഓക്കെ. ഓക്കെ. 2 பேருமே சாஃப்ட்டா பேசுறாங்களே. அதானே. ഏതോ പെൺകുട്ടി വിളിച്ചിട്ടേ സുഖാണെന്ന് ചോദിക്കുക. സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ. இது ஆறாவது கலர் இந்த ஆரஞ்சு. ചെറുപ്പകാലം മുതൽ കാണാൻ തുടങ്ങിയതാ ഞാൻ ഈ കടല്. ഇവിടെ തിരയണ്ടാൻ വേണ്ടി വിളിച്ചോണ്ട് വന്ന തന്നെ. തെക്കേടുത്ത തറവാട്ടിലേക്ക് ഈ ഗൗരിയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, എന്റെ പെണ്ണായിട്ട്. രാമൻകുട്ടി പറയാൻ പോകുന്ന ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ആ നിപ്പ് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. ശരിയാ, ഞാൻ രാമൻകുട്ടിയോട് ഒരുപാട് സ്വാതന്ത്ര്യം കാണിച്ചിട്ടുണ്ട്. ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ രാമൻകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. പക്ഷേ അത് രാമൻകുട്ടി കരുതുന്ന പോലുള്ളൊരു ഇഷ്ടം. രാമൻകുട്ടിക്ക് വിഷമമൊന്നും തോന്നരുത്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ചെറുപ്പം മുതലേ പരസ്പരം ഇഷ്ടപ്പെട്ട കളിക്കൂട്ടുകാരാ ഞങ്ങള്. ശരിക്കും പറഞ്ഞ എന്റെ മുറച്ചെറുക്കനാണ് ഉണ്ണി. ഹലോ രാമൻകുട്ടി. അയ്യോ, ഇന്നെന്താ വാനില്ലേ? ഇല്ല, പെട്ടെന്ന് அவனுக்கு தெரிஞ்ச அவங்க ஏதோ கலாய்க்கிறாங்கன்னு தோணும். இது உண்மையுமே. അവിടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. പക്ഷെ പ്രേമോന്ന് പറയുന്നത് ഒരു തരം വാശിയാണല്ലോ. അരുതാത്തതെന്ന് പറഞ്ഞാലും അതൊക്കെ നേടിയെടുക്കാനുള്ള വാശി. எப்படி? இதுக்கு இது பர்பிள் கலர் ஒன்று, ஆறாவது கலர். വേഗം ഒന്ന് കെട്ടിത്തീർക്ക്. ആ രാമൻകുട്ടി പോലും മരണം വിടാൻ നോക്കൂല. മരണത്തിൽ நினைச்சேன் அது ரீத் கலெக்ட் பண்ணி வச்சிருந்தாருல, அதான் ரீத். ஓ എന്റെ കഴുത്തിലേക്കല്ല. സോറി. എന്താ പണി തീർന്നില്ലേ? പിന്നെ ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല, നിന്റെ പണി തീർന്നു. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിൽക്കുവോ, മൂക്കിൽ പഞ്ഞിയും വെച്ച് അതെ, നമുക്ക് ശവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കില്ലേ? അതല്ലേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്. ബോഡി എവിടെ?
പൊറോസ് താഴെ 2 കിടപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്ന് അറിയില്ല. എന്ത്? ബോഡി ആ ശവം കുളിക്കാൻ പോയി. കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെ ശരിയാവാ? രാമകുട്ടി എത്തിയോ? കുളിപ്പിച്ചു വെച്ച് മാറാനുള്ള ഡ്രസ്സാ വാങ്ങിച്ചോ. അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഡ്രസ് മാറിയേക്കാം. ഒരു മരണ വീടല്ലേ. നിനക്കല്ല, ശവത്തിന്. പിന്നെ ശവം കുളിച്ച് ഡ്രസ് മാറിയപ്പോ ഷോപ്പിങ്ങിന് പോകാൻ പോവല്ലേ? ചത്തവരെ കാറായിപ്പിയല്ലേ. എനിവേ നൈസ് മെറ്റീരിയൽ. രാമകുട്ടി 2 മണിക്കൂർ കഴിഞ്ഞ വെറുതെ കത്തിച്ച് കളയാനുള്ള സാധനം ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ. സെയിം കളറാ, ആരും അറിയില്ല. എന്താ ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോടാ പിശാശി. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെ ജെട്ടിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല. ഇനി അനുവദിക്കില്ല. വാട വൃത്തിയിട്ടവനെ. നിന്റെ പെണ്ണിനെ വളച്ചോണ്ട് ആ പാട്ടുകാരൻ വന്നേക്കണ്ട. ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വേഗം തീർക്കാൻ നോക്കണം. അല്ലാതെ കണ്ട Nice color shade powder. ഞാൻ നിൽക്കുന്ന ശമ്പളം തന്നെ. താൻ കുറെ നേരമല്ലേ എന്റെ പുറകെ നടക്കണം. എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. എവിടെ കൊണ്ടുവെക്കാനാ? എന്റെ നെഞ്ചത്തൊക്കെ അങ്ങോട്ട് വരും. ഇവന് എന്ത് പറ്റിയടാ? അവൻ ഈ പ്രേമനേരിയ സ്ഥലക്കരിച്ച് കയറി പ്രാന്തായതാണ്. ഹലോ രാമൻകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കുക. കുറച്ച് ഞാൻ പന്തലിലേക്ക് എടുത്തു. പിന്നെ വൈകിട്ട് 5 മണിക്ക് ദയിപ്പിക്കും. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിന്നോളാം. അല്ല എന്താ ഇത്ര ഗൗരവത്തില്? പിന്നെ മരിച്ച വീട്ടിലിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. എന്റെ രാമൻകുട്ടി. തന്റെ രാമൻകുട്ടിയോ? ഞാൻ അച്ചുവന്റെ രാമൻകുട്ടിയോ? എന്നാ അച്ചുവേട്ടന്റെ രാമൻകുട്ടി. ഈ നിരാശ കാമുവിന്റെ ഭാവം തനിക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ. രാമൻകുട്ടിക്ക് എന്നേക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ വേറെ കിട്ടും. ഈ എനിക്ക് നോക്കേണ്ട ബസ് ഇത് പ്രാക്ടീസ് പண்றாங்க. അതെ, ഇവൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ട അത്യാവശ്യം. ഏയ് എക്സ്ക്യൂസ് മീ. എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് ഇവിടുന്ന്. എന്താ? എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയോടാ. താനിവിടെ അല്ലെങ്കിൽ വേണ്ട. ചേട്ടാ, ചേട്ടന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? ഇയാള് വലിയ പാട്ടുകാരനാ. നന്നായിട്ട് രാമായണവും പറ്റിയ ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് സന്ധിക്കൊന്നും വരണ്ട. ഇയാൾ എന്നെ വായിച്ചു തീർത്തോളൂ. അല്ല പാന്റ് രാമായണം. പാന്റ് രാമായണോ? ഇത് അധ്യാത്മ രാമായണോ? ഇരുന്നോളൂ. മലയാള ഭാഷ ശരിക്കും അറിയാലോ. വായിച്ചോളൂ. പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ. അതെ, ഞാൻ പെണ്ണായിട്ട് ജീവിക്കണോ സന്യാസിയായിട്ട് ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, ഇയാളല്ല. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ കൂടെ ഒരു പെണ്ണ് വേണമെന്ന് നിയമമൊന്നുമില്ല ഇവിടെ. എന്റെ അച്ചോട്ടൻ ഭാര്യയോടത്ത് ജീവിച്ചത് 1 മാസമാണ്. എന്നിട്ട് അച്ചോട്ടൻ എന്താ ഇപ്പോഴും ജീവിക്കുന്നില്ലേ? ഏടത്തേമ്മ മരിച്ചതിന് ശേഷം അച്ചോട്ടൻ എന്താ വേറെ പെണ്ണ് കിട്ടാതെ? ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ മറ്റൊന്ന് നേടിയെടുക്കുക. അങ്ങനെ ഒരു ശീലം ഞങ്ങളുടെ തറവാട്ടിൽ ആർക്കില്ല. ഈ രാമ മനസ്സിലായി. പ്രേമമുണ്ടെന്നത് എന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. அந்த பொண்ணு தான் இல்லைன்னா யாரும் இல்லைங்க. என்ன மாதிரி ഹലോ. അവസരം ഹലോ അച്ചുവേട്ടാ, ഇത് ഗൗരിയാ. ഗൗരിക്കുട്ടിയോ? എന്താണ് മോളെ ബുദ്ധിമുട്ടോ? അവൻ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? ശരി മോളെ. ആരാ? എന്തുറക്കോടാ ഇത്? ഇന്നലെ രാത്രി ഒരുപാട് സ്വപ്നം കണ്ട് ഉറങ്ങിയതുകൊണ്ട് ഒരു മുള കണ്ണടയ്ക്കാൻ പറ്റില്ല. ഭയങ്കര ഉറക്കക്ഷീണം. നമ്മുടെ ഗൗരിക്കുട്ടിക്ക് വിളിച്ചിരുന്നു. ഗൗരി അമ്മേ? അമ്പാടിയിലെ ഗൗരി. നാളെ ആ ഉണ്ണി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നീ കൂടെ ചെല്ലണമെന്ന്. നാളെ എനിക്ക് പറ്റില്ല. നാളെ വെള്ളിയാഴ്ച അല്ലേ? എനിക്ക് പനി ഛർദ്ദിയൊക്കെ ഇപ്പൊ തന്നെ ഭയങ്കര ചൂടുണ്ട്. അയ്യോ കുഴപ്പമുണ്ട്, പനി വരും. അങ്ങനെയാണെങ്കിൽ ശിവന്റെ ഒരു ഡോസ് മരുന്ന് മേടിച്ചു വെച്ചു. മരുന്ന് കഴിച്ചാൽ പനി പോവില്ലേട്ടാ. പനി വന്നാ പനിച്ച് തന്നെ പോണം. എന്റെ പനിച്ചുകാട് മുത്തി നീ കേട്ടി. ഞാനോട് പറയുന്ന കേട്ടാ മതി. ആ കൊച്ച ആദ്യമായിട്ടൊരു കാര്യം വിളിച്ച് പറഞ്ഞിട്ട് മുടക്കാൻ നിൽക്കണ്ട. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അവള് കേട്ടില്ലോ. അപ്പോഴേക്കും അവളുടെ ഒരു ഉള്ളി കൊണ്ടുപോട്ടവൻ എന്റെ പട്ടി പോകും. അവർ നായി കൊളച്ചിട്ടുപ്പാ. കറക്റ്റ് നായല്ല കാട്ടുறாங்க. കൂടെ ഉണ്ടാവുന്നു. ഏതായാലും വന്നതിൽ സന്തോഷം. ഓ, രാമൻകുട്ടി ഇയാളെ യാത്രയാക്കാൻ വന്നൊന്നുമല്ല. തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബാംഗ്ലൂർ എത്തിയ ഉടൻ വിളിക്കണം. അതല്ല അവിടെ ചെല്ലുമ്പോ നീ എന്നെ മറക്കോ? നിന്നെ മറക്കാനോ? പിന്നെ എനിക്ക് നാട്ടിൽ വന്ന് ജീവിക്കണ്ടേ? ഇനി എന്നാ ആശം തിരിച്ചു വരുന്നേ? ഇനി കല്യാണത്തിന്. കല്യാണത്തിന് പന്തലും സദ്യയൊക്കെ നമ്മുടെ രാമൻകുട്ടിയുടെ വക. എന്തേ? അതെ, ഇവരുടെ സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഉണ്ണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കല്യാണത്തിനാവട്ടെ അല്ലേ രാമൻകുട്ടി? രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, 16 മണിക്ക് എനിക്കൊരു സ്ഥലം വരെ പോകാനെന്ന് പറഞ്ഞു. 16 മണിയോ? എന്ന് വെച്ച 4 മണി റെയിൽവേ ടൈം. ആ, ഞാൻ വിചാരിച്ച് ഒന്നും മിണ്ടാണ്ടിരിക്കട്ടോ, എന്റെ ഡ്രൈവിംഗ് തെറ്റണു. ഞാൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. என்ன போட்டிருக்காரு பாரு, ஏதோ எழுதிருக்காரு. എന്താണ് ഉണ്ടാവുക? ചിരി വരിക. ഹാൻഡിൽ വിത്ത് കെയർ.
കൺഗ്രാചുലേഷൻസ്. കൺഗ്രാചുലേഷനോ? ഒരാൾ ഒരു സാധനം തരുമ്പോ ആദ്യം പറയേണ്ടത് எனக்கு தெரிஞ்சு அது அவங்களுடைய லவ்வுக்கு தான் கங்க்ராச்சுலேஷன் ചെറിയ சொல்றது. ഷർട്ടും വലിയ കട്ട പാന്റൊക്കെ ഇട്ട് ബാംഗ്ലൂരിൽ ജീവിക്കണത്. ഇത് ഇയാളായിരിക്കും നിனைக்கிறேன். ഞാൻ കൺഗ്രാലേഷൻസ് പറഞ്ഞ എന്തിനാണെന്ന് ம், മനസ്സിലായില്ലേ? எங்க മനസ്സിലാവില്ല. ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവളത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അതാ ഗൗരിയുടെ ക്യാരക്ടർ. മുറച്ചെറുക്കനാണെങ്കിലും രാമൻകുട്ടി വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല. എല്ലാം നിങ്ങളെ ടെൻഷനാക്കാൻ ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഗൗരി പറഞ്ഞൊരു കള്ളം മാത്രമാണ്. ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ യാത്രയൊക്കെ നിങ്ങളെ കൂടെ കൂട്ടിയത്. നിങ്ങളെ കണ്ടത് മുതൽ എല്ലാ കഥകളും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗൗരിക്ക് ഈ രാമൻകുട്ടി ഇഷ്ടമാണ്. ഒരുപാട് ഒരുപാട് ഇഷ്ടം. അല്ല, ദേ, അതെ, ഉണ്ണി എന്നോട് ക്ഷമിക്കണം. കിട്ടിയ സമയത്തിനുള്ളില് കാറിന്റെ ബാക്കിൽ ഇത് ഞാൻ വൃത്തിയോട് കാണിച്ചു. നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മൊട്ടയിൽ ഒരു സാധനം ചെയ്തു. ഞാൻ സിബൊന്ന് തുറന്നോട്ടെ. അയ്യോ അങ്ങനെ പറയുന്നത്. ബാഗിന്റെ സിബ് തുറക്ക. ചാത്ത സേവ അപകടം പറ്റാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണം. ശ്ശെ, എന്തെങ്കിലും തരണേ. 2-3 ദിവസമായി വല്ലതും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. വിശന്നിട്ട് വയ്യ. മുട്ടയോ? വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്. കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. സാറ് കഥാകൃത്താണോ? മുട്ടയിൽ വരെ ഡയലോഗ് കൊണ്ട് കുഴുങ്ങി താൻ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയെ പോയല്ലോ. ഇക്കാലത്ത് വല്ലവരും ഇങ്ങനെയൊക്കെ ചെയ്യും. എനിക്കറിയാം. എന്താണല്ലേ ഒരു മുട്ട ஒரு முட்டை தான் இருந்துச்சு. அவர் வச்சு முட்டை வச்சிருக்காரு. அவ்வளோயா എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. സത്യത്തിൽ രാമൻകുട്ടി കളിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. പിന്നെ ഇയാൾക്ക് എന്നോടുള്ള ഇഷ്ടം ഒരു നേരം പോക്ക് മാത്രമാണോന്ന് അറിയാൻ വേണ്ടിട്ട് കൂടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി രാമൻകുട്ടിയുടെ സ്നേഹം സിൻസിയർ. நம்மளால ஒரு டெஸ்ட் இப்போ இருப்பேன். മുറച്ചെറുക്കനും കൂടി ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും കൂടി വിശ്വസിച്ചു പോയി. അയ്യോ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ എന്നെ പോലൊരു പെണ്ണിനെയൊന്നും അവൻ ഇഷ്ടപ്പെടില്ല. അവന് ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. നല്ല സുന്ദരികളായ നോർത്ത് ഇന്ത്യക്കാരികൾ. ആ കഥകളൊക്കെ എന്നോടൊന്ന് പറയാറുണ്ട്. ഈ നോർത്ത് ഇന്ത്യക്കാരികളോട് ഒരു ബഹുമാനം തോന്നുന്നു ഇപ്പഴാ. നിങ്ങൾ എന്ത് ഭാവിച്ച ഒരാൾ അയിലേക്കെന്ന് പറയാ, അപ്പൊ മറ്റേ ആൾ അയാളെ ചീത്ത പറയാ. പിന്നീട് അയാൾ സോറി പറഞ്ഞ് പ്രേമാണെന്ന് പറയുമ്പോ അയാൾക്ക് വേറൊരാളോട് പ്രേമാണെന്ന് പറയാ. എന്നിട്ട് രണ്ടുപേരും കൂടി ആരും കാണാതെ കാറിൽ ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റി കറങ്ങി നടക്കുക. പെട്രോൾ ഇങ്ങനെ അതാണ് പെട്രോളിന് ഇപ്പൊ എന്താ വില? 105 രൂപ ബീറ്റർ. മണ്ണെണ്ണ നല്ല ലാഭല്ലേ? പോഞ്ഞിക്കൾക്ക് ഇപ്പൊ എന്താ അറിയണ്ട പെട്രോളിന്റെ ഡീസലിന്റെ വില? എന്റെ ഭഗവാനെ, ഞാൻ മാറ്റിനെ പോയി ചോദിക്കാനും പറയാൻ ചോദിക്കണം. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് പറയണ്ട. ശബ്ദം കൽപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ചേട്ടനൊന്നും ഇങ്ങോട്ട് വന്നേ. കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ലവ്. നേരാണ് കൊച്ചി, ഞങ്ങളുടെ രാമൻകുട്ടിയായിട്ട് കൊച്ചി ലവാണ്. അങ്ങനെ തലയാറ്റിയ പോലെ ഞാൻ കൂടി ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇവർ ഇവിടെ നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിൽ ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ സിനിമയിലെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്യണം. ചിലപ്പോ വേണ്ടി വരും. അയ്യടാ, ആ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങളെ കിട്ടില്ല. പാട്ട് பாட்டு வர போதுன்னு நினைக்கிறேன். എന്റെ പട്ടി ഡാൻസ് ചെയ്യും. ഹലോ, ആരാ? വോയിസ് കേട്ടിട്ട് മനസ്സിലായില്ല? ഇല്ല, ആരാ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ക്ലൂ തരാമോ? തരാതോ? വീട്ടു പേരിൽ തെക്കുണ്ട്. ഓ, മനസ്സിലായി. എങ്കിൽ പറ. തെക്കേ പറമ്പിൽ തെങ്ങ് കയറാൻ വരുന്ന കാണാറുന്നല്ലേ? ആരാ മുത്തശ്ശ വിളിച്ചത്? മുല്ലശ്ശേരി എന്നാ കുറുപ്പ. 2 ഉരുളി വേണോ? പിന്നെ ഉരുളി കിടന്ന് ഉരുളല്ലേ? അത് അമ്പാടിയിലെ മുത്തശ്ശിയല്ലേ? കൊച്ചി കള്ള മുത്തശ്ശിയായിട്ടുള്ള ലൈനൊക്കെ എവിടം വരെ ആയി? ട്യൂൺ ചെയ്ത സ്ട്രിങ് പൊട്ടിച്ച. ഏയ്, നീ ഉദ്ദേശിക്കുന്ന മാതിരി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ. വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഓ, ഫ്രണ്ട്ഷിപ്പ് കൂടെ കോളേജ് സ്റ്റുഡൻസ് അല്ലേ? കേറിയിരിക്കുന്ന യമകേനല്ലേ? മുത്തശ്ശ, ഞാനൊരു കാര്യം പറഞ്ഞു. വേറെ ആരോട് പറയാ? പറയരുത്. പറയില്ല. എന്താ? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നാണാവണു. പറയടാ, ഞാൻ ആരോടും പറയില്ല. അതെ, ഞാനൊരാളായിട്ട് പ്രേമായി. മുത്തശ്ശൻ പറ, ആരായിരിക്കും? ഒരു ക്ലൂ തന്നു. തുപ്പല്ല മുത്തശ്ശൻ, ഞാൻ ക്ലൂ പറഞ്ഞതല്ലേ? ക്ലൂ ആണ്. ആദ്യത്തെ അക്ഷരം ഗൗളിയിലുണ്ട്. ഗൗളി. നമ്മുടെ പ്രജാനയുടെ പ്രഭാകരന്റെ മുത്തശ്ശി എന്ത് പറഞ്ഞാലും മുത്തശ്ശിമാര് കുറെ ഇല്ലുപടി കേസുകളായിട്ടാ കൂട്ടി. നീ പറ. അതെ, പറയടാ. നമ്മൾ നമസ്കാരം. അച്ചോട്ടാ, എടുത്തി ആരൊക്കെ വന്നിരിക്കണം നോക്കേ. ഇരിക്കുന്നേ.
கல்யாணம் சொல்ல போறாங்களா? നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ആ അച്ചു, ഞങ്ങൾ വന്നത് ഒരാലോചനയായിട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ? ആ മോളെ, കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗരിയുടെ കാര്യം. എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി அவங்க பேச வந்திருக்காங்க. നീ എന്താ മാറിയിരിക്കുന്നത്? ഇങ്ങോട്ട് വന്നേ. അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാൽ മതി. എനിക്ക് ഈ കല്യാണാലോചന എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ അല്ല ചെറുക്കനാണ്, നിങ്ങൾക്കറിയാവുന്ന ചെറുക്കൻ. അന്ന് ഇവരുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ ഉണ്ണി? അവൻ തന്നെയാണ്. കൊള്ളാം, നല്ല മിടുക്കൻ ചെറുക്കനാണ്. നമ്മുടെ ഗൗരിയായിട്ട് ചേരും. ആര് കണ്ടാലും കുറ്റം പറയില്ല. നല്ല കാര്യം. தாத்தாட்ட ஒரு பேர் சொல்ல எல்லாம் சொல்லிட்டு இருப்பாரு தாத்தா. ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാണല്ലോ, ഇഷ്ടക്കുറവ് കാണില്ല. പക്ഷേ അവൻ ലോകം മുഴുവനും കറങ്ങുന്നവനാ. ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ. ഇപ്പോ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നോ എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കും. അവന്റെ മനസ്സ് എന്താണെന്നൊന്ന് അറിയണമല്ലോ. അതെ, അതാ അതിന്റെ ശരി. പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് ആദ്യം അറിയണം, എന്നിട്ട് വീട്ടുകാരായിട്ട് സംസാരിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർത്ഥ്യമുള്ള ആളല്ലേ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞേക്കാം. അത് ശരിയാ, ഇവര് തരക്കാരാകുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ണി തുറന്നു പറഞ്ഞോളൂ. അല്ല, ഞാൻ പോണ്ട കാര്യമുണ്ടോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ട കാര്യം. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നത് അതിന്റെ ശരി. താമസിക്കണ്ട, നീ ഇന്ന് തന്നെ ബാംഗ്ലൂർ പുറപ്പെട്ടോളൂ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാം. നീ കൂടുതലൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഈ ഒരാളോട് പ്രേമാന്ന് പറഞ്ഞിട്ട് ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനത് ചുമ്മാ പറഞ്ഞാ മതി. നോക്കി കള്ളം പറഞ്ഞ വെറുതെ അടിപൊളി കുഞ്ഞി. നീ പ്രേമായി ഗൗരി ആയിട്ടാ? ശരിയാ, ഞാനും ഗൗരിയും തമ്മിൽ സ്നേഹത്തിലാണ്. എങ്കിൽ ആവുമായിരുന്നു എനിക്ക് അവരുടെ മുമ്പിൽ തുറന്നു പറയേണ്ടത്. നീ ആ ഒരു കാമുകൻ, കാമുകന്മാരുടെ മാനം കളയാൻ ചൂടാവല്ലേ, ഞാൻ പറയുന്ന നേക്ക്. ആ അവസരത്തിൽ ഗൗരിയോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞ ചിലപ്പോൾ രാധികേടത്തിന്റെ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചാലോ. ഒരു നല്ല ആലോചനയായിട്ട് വരുമ്പോ അതിനിടയിൽ ഒരു കരട് പറഞ്ഞ അത് ശരിയാവില്ല. ഞാനും ഗൗരിയും സ്നേഹത്തിലാണെന്ന് ഈ ഉണ്ണിക്കറിയാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ണിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. അപ്പൊ ഉണ്ണി പറയുന്നു, ഞാൻ ഗൗരിയെ ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല, എനിക്ക് അവളെ ഒരു സഹോദരിയെ പോലെയാണ്. എന്റെ മനസ്സിൽ മറ്റൊരു ഹിന്ദിക്കാരി പെണ്ണുണ്ട്. ഞാൻ ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ ഹിന്ദിക്കാരി പെണ്ണിന്റെ കല്യാണം നടത്തി തരണമെന്ന്. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു. ഈ ആലോചന മുടങ്ങുന്നു. ആ വിഷമത്തിൽ വെള്ളമടിക്കുന്നു. ஆனா அவர் இங்க நல்லபடி தானே பேசிட்டு போனாரு, அப்படிலாம் எதுவும் இல்லைன்னு. കല്യാണം നടത്തിയതുപോലെ എന്റെ ഗൗരിയുടെ കല്യാണം നടത്തി തരുന്നു. അതോടെ പ്രശ്നങ്ങൾ തീർന്നില്ലേ? എന്റെ രാമൻകുട്ടി, ഇത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണല്ലോ. ഒന്നുമില്ലേലും നിങ്ങളെ ചേർത്ത് വെച്ച പ്രേമത്തിന്റെ ബ്രോക്കർ അല്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് വണ്ടിക്കാശ് മുടക്കി ബാംഗ്ലൂർ വരേണ്ട വല്ല കാര്യമുണ്ട്? അവിടെ അങ്ങനെ ഒരു ആലോചന വന്നപ്പോ അവരെന്നെയാ ചുമതലയിൽപ്പിക്കും. ഞാനത് ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി അവരെ വിളിച്ച് ഉണ്ണി പറഞ്ഞോ ഗൗരിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന്. പക്ഷേ അതിലൊരു ചെറിയ രാമൻകുട്ടി, ഗൗരിയെ ഇഷ്ടമല്ലെന്ന് എൻ്റെ നാവ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ മനസാക്ഷി വഞ്ചിക്കുന്ന കാര്യമായിരിക്കും. കാരണം എനിക്ക് അവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം അവളെ അറിയിക്കാനും കല്യാണത്തിന് അവളെ സമ്മതം വാങ്ങാനും അന്ന് ഞാനിവിടെ വന്നത്. പക്ഷെ അതിനിടെ താൻ ഓവർടേക്ക് ചെയ്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കളഞ്ഞില്ലേ. പക്ഷെ രാമൻകുട്ടി വിഷമിക്കണ്ട, എന്നെ ആ രീതിയിൽ അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. രാമൻകുട്ടി അവിടെ ചെന്നിട്ട് പറഞ്ഞു, இவர் டைரக்டா சொல்ல மாட்டேன் சொல்றாரு அப்படின்னா ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. ரெண்டு பேருக்கும் பிடிச்சிருக்கு. கடைசியில இவர்தான் நடுவுல சேர்த்து போறாரு போல. யார் ரெண்டு பேருக்கு பிடிச்சிருக்கு? அவங்க ഉണ്ണിക്ക് ഗൗരിയോടുള്ളതുപോലെ ഗൗരിക്കും ഉണ്ണി ഇഷ്ടമാണ്. ഇതിനിടയിൽ ഞാൻ വന്ന് പെട്ടുകൊണ്ടാ ആ ഇഷ്ടം അവര് തമ്മിൽ അറിയാതെ പോയത്. ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. ആ സ്ഥിതിക്ക് ഞാനവളോട് ആ സത്യം പറയുന്നതല്ല എന്റെ ഒരു ശരി. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. இவர் வர்றதுக்கு முன்னாடி பிடிச்சிருக்கு, வந்ததுக்கு அப்புறம் இவர் தான் பிடிச்சிருக்கு. ഉദാഹരണത്തിന് ഉണ്ണി പിടിക്കാതെന്ന് നിனைச்சிருக்காங்க அவங்க. അവൾക്കും ചെറിയൊരു ഇഷ്ടം. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യ ഇവൻ ரெண்டு பேரும் ஆப்போசிட்டா நினைச்சிட்டு இருக்காங்க சொல்லுவாரு. പന്നിനെ ഞാൻ വെറുതെ വിടും. என்னப்பா இது வித்தியாசமா இருக்கு. ഒരു ഉദാഹരണം പറഞ്ഞല്ലേ. ഉദാഹരണം ഞാൻ മാറ്റിൽ നിന്ന് പോയിടാ. ഒരു പെണ്ണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ, ഒരാളോടെ പറയൂ. ഗൗരി അത് പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കിയാ അവൾ നിന്റെ പെണ്ണാറാ. ഇതിന്റെ ഇടയിൽ ഉണ്ണീന്നും ബാംഗ്ലൂരിന്നും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയടാ നിനക്ക് അവളെ ഇഷ്ടമാണ്. இவர் அடிக்கடி இந்த ஆஞ்சநேயர் கிட்டப்பெல்லாம் போடுறாரு. அதான் நானும் சொல்றேன், இவர் தான் 2 வருஷம் சேர்த்துட்டு போறாருங்க. அதான் டைட்டிலே வாழ்றதுன்னு சொல்லிட்டு இருக்கல. Thank you for watching with us. நம்ம அடுத்த பாடல சந்திப்போம். Bye bye.